സുഹൃത്തുക്കളെ, ഗെറ്റ് റെഡി വിത്ത് പിള്ള. ഓക്കെ, നമുക്ക് തുടങ്ങാം. കുളി കഴിഞ്ഞ് വന്ന ഉടനെ ജസ്റ്റ് നമുക്കൊന്ന് ലേശം പൂട്ടിയിടാം. കണ്ണൊക്കെ കണ്ട, കണ്ണൊക്കെ നല്ല തിളങ്ങിയിരിക്കുക. രാവിലെ തന്നെ മുഖം വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് സ്വിച്ച് മേജിൻ്റെ സുനാപ്ലി. ആണ്ടെടുക്കെല്ലാം പരട്ടി കൊടുക്കുക. റെഡിയാ? അത്രയെല്ലാം പോയി. ബാക്കി ആടെ ഇവിടെ എല്ലാം പെരണ്ട് കിടക്കുന്നുണ്ട്. ഈ സാധനത്തിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേറെ രീതിയിലെടുത്ത് കാണിച്ചു തരാം. റെഡി ആയിട്ടുണ്ടാവില്ലേ? ഓക്കെ. ഇനി ലേശം ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ എടുക്കുക. ആനക്കൊമ്പിൻ്റെ ചെറുപ്പിനേക്കാളും ഗുണം ചെയ്യുന്ന സാധനമാണ് നമ്മൾ 4 പേരുടെ കണ്ടോ. കൈ ഇനി നമുക്ക് ഈ മുളക്കച്ച മാറ്റിയിട്ട് ഡ്രസ്സ് കൊടുക്കാം. അത് ഞാൻ കാണിക്കൂല. മാറ്റി വന്ന് ഇതും കൂടി ഇട്ടേ ഇത് പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയിട്ട് ബാക്കി കാണിച്ചിടാം. അതും കഴിഞ്ഞ് ഇനി നമുക്ക് ലേശോ ഉഷ്ണകാലത്ത് വരൾച്ച ബാധിച്ച ഇച്ചിരി പെർഫ്യൂം ഇച്ചിരി കൂടി. ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു റാപ്പിഡ് വേണം. ഗുണമുണ്ട്. കാരണം വെച്ചാൽ 2 ടൈപ്പ് ഓഫ് സ്മെല്ല് നമ്മൾ മെത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതാകെ മാറും, അടിപൊളിയായിരിക്കും. നമ്മളെ ഈ ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേർപ്പിനെ പ്രതിരോധിക്കുക ഇച്ചിരി ഇതും റോളാണ്, യാഡ്ലി റോളാണ്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മളെ ആമ്പിള്ളേരുടെ ഗെറ്റ് റെഡി വിത്ത് മീ അല്ലേ? ആണ്. ഇതിൻ്റെ അപ്പുറം ഉണ്ടാവുമായിരിക്കും, പക്ഷേ കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ ഈ മുഖത്ത് പുട്ടിയിലിട്ട് ഈ വേനൽക്കാലത്ത് പുറത്ത് ഷോപ്പിലേക്ക് എത്തുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ഒഴുകി 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 വരും. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനന്തരഫലം. ഇത്രയും വലിയ പുട്ടിയും കാര്യങ്ങളിലിട്ട് ഈ വെളുത്തുമ്പോഴത്തേക്ക് കണ്ട ഫുള്ള് വേർത്ത് കുളിച്ച് കയ്യൊക്കെ കണ്ട, കൈമുന്ന് പോയി ലിക്കണണ്ട. അത്രേ ഉള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ കുളിച്ചിരുന്നിട്ടിട്ട് ഈ പുട്ടിയൊക്കെ ഇട്ടിട്ട് ആ പുട്ടി മുഴുവൻ ഈ ടിഷ്യൂവിനകത്ത് ഇങ്ങനെ ഒഴുകിപ്പോവും. അപ്പോൾ അതിനെക്കൊണ്ട് ഗുണമില്ല. എന്ത് സുഖം, എന്തൊരാശ്വാസം. കഴുത്തിലോട്ടൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് റോളോണ്ട്